ഒരു താന്തോന്നിയായ കുട്ടിയുടെ കഥയാണ്. അവൻ സ്കൂളിൽ പോകാറുണ്ടെങ്കിലും പഠിക്കാൻ തീരെ താല്പര്യം ഉണ്ടായിരുന്നില്ല. ഒരു ദരിദ്ര കുടുംബത്തിൽ നിന്നാണ് അവൻ വരുന്നത്. ടീച്ചേഴ്സിനെ ആരെയും അവൻ സർ എന്നോ മിസ്റ്റർ എന്നോ വിളിക്കില്ല. എല്ലാ ടീച്ചേഴ്സിനെയും യാതൊരു ബഹുമാനവും ഇല്ലാതെ പേര് മാത്രം പറഞ്ഞു വിളിക്കുന്ന അത്രയും കുരുത്തക്കേടുള്ള ഒരു കുട്ടി. അങ്ങനെ ഒരു ദിവസം അവൻ ക്ലാസ്സൊക്കെ കട്ട് ചെയ്ത് കറങ്ങിത്തിരിഞ്ഞ് ലൈബ്രറിയിലേക്ക് എത്തുകയാണ്. അപ്പൊ ലൈബ്രറിയിൽ ഒരുപാട് പുസ്തകങ്ങൾക്കിടയിൽ ഒരു പുസ്തകത്തിന്റെ പുറം ചട്ടയിൽ അവന്റെ കണ്ണുടക്കി. അത് നോക്കുമ്പോൾ ഫ്രാങ്ക് യെർബി എഴുതിയ ദ ട്രഷർ ഓഫ് പ്ലസന്റ് വാലി എന്ന പുസ്തകമാണ്. ആ പുറംചട്ടയിലുള്ളത് അർദ്ധനഗ്നയായ ഒരു സ്ത്രീ ഇരുന്ന് പുകവലിക്കുന്ന ചിത്രമാണ്. അത് ആ 16 വയസ്സുകാരൻ കുട്ടിയെ പ്രലോഭിപ്പിക്കുന്ന ഒന്നായിരുന്നു. അങ്ങനെ അവൻ ആ പുസ്തകം അവിടെ നിന്ന് മോഷ്ടിക്കുകയാണ്. മോഷ്ടിച്ചെടുത്ത പുസ്തകവുമായിട്ട് അവൻ വീട്ടിലേക്ക് പോയി. ആദ്യത്തെ 3-4 പേജ് വായിച്ചപ്പോൾ കൂടുതൽ വായിക്കാൻ തോന്നി. അങ്ങനെ ആ പുസ്തകം മുഴുവനായിട്ട് അവൻ വായിച്ചു തീർക്കുകയാണ്. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം വായിച്ചു കഴിഞ്ഞ ആ പുസ്തകം ആരും കാണാതെ തിരിച്ചു കൊണ്ടുവെക്കാൻ വേണ്ടിയിട്ട് ലൈബ്രറിയിൽ എത്തിയപ്പോൾ ആ പുസ്തകം